സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. യിരെമ്യാവിന്റെ കാലത്ത് പ്രവാചകന്റെ അടുക്കൽ മനുഷ്യർ വരുമ്പോൾ, നോക്കൂ, യിരെമ്യാവിന്റെ പുസ്തകം 8-ാം അധ്യായം 11-ാം വാക്യം, സമാധാനം ഇല്ലാതിരിക്കെ സമാധാനം സമാധാനം എന്നു പറഞ്ഞു. അവർ എന്റെ ജനത്തിന്റെ പുത്രിയുടെ മുറിവിനെ ലഘുവായി ചികിത്സിക്കുന്നു. സമാധാനം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമല്ലേ? നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ ഇഷ്ടമല്ലേ? മദ്യപാനി വന്നിട്ട് TV പ്രോഗ്രാമിന് വേണ്ടി ഒരു 10,000 രൂപ തന്നാൽ ദൈവം നിന്നെയും നിന്റെ മദ്യക്കുപ്പിയെയും നിന്റെ ഭാര്യയും മക്കളെയും എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്നിട്ട് നിന്റെ ഫോട്ടോയും കൂടെ വെച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ അത് നല്ലതാണോ? ശരിയാണോ? പറയൂ. പത്രോസിന്റെ അടുക്കിലേക്ക് പണക്കിഴിയുമൊക്കെയുമായിട്ട് മന്ത്രവാദിയായ ശീമോൻ വന്നു. ഈ പണം വാങ്ങി പരിശുദ്ധാത്മാവ് എനിക്ക് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ പത്രോസ് എന്താണ് പറഞ്ഞത്? കുറച്ചുകൂടി പണം കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞോ? എന്താണ് പറഞ്ഞത്? എന്തു പറഞ്ഞു? നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ ശരി അല്ലാത്തത് കൊണ്ട് നിന്റെ ദ്രവ്യം നിന്നോട് കൂടെ തന്നെ നശിച്ചു പോകും. പണമല്ല ദൈവത്തിന് ആവശ്യമുള്ളത്. പണം കൊടുക്കുവാൻ ഒരുപാട് പേരുണ്ട്. ഹൃദയം കൊടുക്കുവാൻ എത്ര പേരുണ്ട്? ഹൃദയം കൊടുക്കാത്തവരുടെ പണം വാങ്ങി ദൈവവേല ചെയ്യുകയായിരുന്നെങ്കിൽ എൻ്റെ ദൈവവേല ഇപ്പോൾ എവിടെ പോകുമായിരുന്നു? എനിക്ക് വലിയ വലിയ ബിൽഡിങ്ങൊക്കെ കട്ടുവാൻ കഴിയുമായിരുന്നു. BMW കാറിലൊക്കെ കറങ്ങി ഇങ്ങനെ ചെറിയ ചെറിയ ബിൽഡിങ്ങിലൊന്നും നാം ഇരിക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടാകുമായിരുന്നില്ല. വലിയ വലിയ ബിൽഡിങ്ങുകളൊക്കെ നമുക്ക് അന്ന് സ്വന്തമാകുമായിരുന്നു. എന്നാൽ എൻ്റെ ദൈവം എന്നോട് പറഞ്ഞു, വിധവയുടെ 2 കാശിന് ഒരുപാട് വിലയുണ്ട്. പാവപ്പെട്ട ആളുകൾ ഹൃദയ നുറുക്കത്തോടുകൂടി തരുന്ന പണത്തിന് വലിയ വിലയുണ്ട്. ആ ചെറിയ ബാലൻ കൊടുത്തതായ 5 അപ്പവും 2 മീനും എത്രമാത്രം വിലയേറിയതായിരുന്നു. ആദ്യം നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ കൊടുക്കൂ. അതിനുശേഷം നീ 1,00,000 കൊടുത്താലും 2,00,000 കൊടുത്താലും എല്ലാം വേറെ കാര്യമാണ്. ഹൃദയം കൊടുക്കാതെ അതിനു പകരമായി ഞാൻ പണം കൊടുക്കാമെന്ന് പറഞ്ഞ അനേക വിശ്വാസികൾ ഇന്ന് മുൻപോട്ട് വരുന്നുണ്ട്. അങ്ങനെ അവരോട് പണം വാങ്ങി അവരെ പുകഴ്ത്തുന്ന ഒരുപാട് ദൈവദാസന്മാരും ഇന്നുണ്ട്. ദയവ് ചെയ്ത് എന്നോട് ഈ കാര്യത്തിൽ ക്ഷമിക്കണം. എനിക്കങ്ങനെ ആയിരിക്കുവാൻ കഴിയുകയില്ല. അങ്ങനെ ആയിരിക്കുന്ന ആളുകളോട് ഞാൻ മുന്നറിയിപ്പ് കൊടുക്കുകയും ചെയ്യും. എന്തുകൊണ്ടെന്നാൽ സമാധാനമില്ലാത്തപ്പോൾ സമാധാനം സമാധാനം എന്ന് പറഞ്ഞാൽ എങ്ങനെ വരും സമാധാനം? ആദ്യം നിന്റെ ഭാര്യയുമായി നീ സമാധാനപ്പെടൂ. നിന്റെ ഭാര്യയെ നീ ഉപേക്ഷിച്ചിട്ട്, നിന്റെ കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ചിട്ട് നീ സഭയിൽ പ്രസംഗിക്കുകയാണെങ്കിൽ, നീ ദൈവവേല ചെയ്യുകയാണെങ്കിൽ, നീ സംഭാവന കൊടുക്കുകയാണെങ്കിൽ എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഭർത്താവിനോട് കലഹിച്ച് ഭർത്താവുമായി വഴക്കുണ്ടാക്കി ഭർത്താവിനെ വിട്ടുപിരിഞ്ഞ് ദൈവവേല ചെയ്യുമെന്ന് പറയുന്ന ചില സഹോദരിമാരെ കണ്ടിട്ടുണ്ട്. നിന്റെ ഭർത്താവിനെ നീ കീഴ്പ്പെടാതെ നീ എങ്ങനെയാണ് ആത്മാക്കളെ രക്ഷിക്കാൻ പോകുന്നത്? ഒന്നാമതായി നിന്റെ ജീവിതത്തെ ക്രമീകരിക്കുക. ഒന്നാമതായി നിന്റെ ഹൃദയത്തെ നേരെയാക്കുക. ഇന്നുള്ള ദൈവദാസന്മാരും അന്നത്തെ പ്രവാചകന്മാരെ പോലെ സമാധാനമില്ലാത്തപ്പോൾ സമാധാനം സമാധാനം എന്ന് പറഞ്ഞ് അവരുടെ രോഗങ്ങളെ ലഘുവായിട്ട് മാത്രമാണ്. അതായത് ക്യാൻസർ വരികയാണെങ്കിൽ പുറമെ കുറച്ച് എണ്ണയൊക്കെ പുരട്ടിയിട്ട് അങ്ങ് വിടുകയാണെങ്കിൽ കുറഞ്ഞു പോകുമോ? എന്താണ്? ചില രോഗങ്ങൾക്ക് ഓപ്പറേഷൻ വേണം. ശരീരത്തിൽ അകത്ത് കേടുപറ്റിയിരിക്കുന്നതായ ആ ഇൻഫെക്ഷൻ വന്നിരിക്കുന്ന ഭാഗങ്ങൾ എന്തു ചെയ്യണം? എടുത്തു മാറ്റണം. അത് എത്ര കഷ്ടമായാലും ബുദ്ധിമുട്ടായാലും ചെയ്യേണ്ടതാണ്. അല്ലാതെ പുറമെ മരുന്ന് തേച്ചിട്ട് സുഖമായിരിക്കുന്നു സുഖമായിരിക്കുന്നു എന്ന് പറഞ്ഞു വിടുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? പെട്ടെന്ന് മരിക്കുവാനിടയാകും. അതായത് യേശുക്രിസ്തുവിന്റെ അടുക്കൽ വരുന്ന എല്ലാവർക്കും ഒരു ഹാർട്ട് ഓപ്പറേഷൻ നടക്കേണ്ടതാണ്. അതായത് ഈ ഡോക്ടേഴ്സ് ചെയ്യുന്ന ഹാർട്ട് ഓപ്പറേഷൻ അല്ല. നമുക്കൊരു ഹൃദയമുണ്ട്. എത്ര പേർക്ക് ഹൃദയമുണ്ട്? കൈകൾ ഉയർത്താമോ? അബ്ബാ, എവിടെയുണ്ട്? ഈ ടിപ്പ് അടിക്കുന്നതാണോ? അതല്ല, ഡോക്ടർമാരോട് ചോദിച്ചാൽ അത് ഹൃദയം പമ്പ് ചെയ്യുവാനുള്ളതാണെന്നേ പറയൂ. ചില ആളുകൾ പഠിച്ചിട്ട് പറയാറുണ്ട് ഹൃദയം തലച്ചോറിലാണ് ഉള്ളതെന്ന്. ഇവിടെയാണോ ഉള്ളത്, ഇവിടെയാണോ എന്നറിയില്ല. എന്നാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഹൃദയം നമുക്ക് ഉള്ളത് കൊണ്ടാണ് എൻ്റെ മനസ്സിന് നല്ല സുഖമില്ല, എൻ്റെ മനസ്സിന് വളരെ സന്തോഷമുണ്ട്, എനിക്ക് കുറച്ച് ടെൻഷനുണ്ട്, നമുക്ക് എന്തോ ഉള്ളതായിട്ട് ഒരു തോന്നൽ ഉണ്ടാകുന്നല്ലോ. അതാണ് പ്രധാനമായിട്ടുള്ളതായ കേന്ദ്രം. മനുഷ്യന്റെ പ്രധാനമായ കേന്ദ്രം. അവിടെ ദൈവത്തിന് വസിക്കുന്നതിന് വേണ്ടി ദൈവം മനുഷ്യന് കൊടുത്തിരിക്കുന്നതായ ദൈവത്തിന്റെ ആലയമാണ്. നിങ്ങളുടെ ശരീരം ദൈവത്തിന് മന്ദിരമാണെന്ന് അറിയുന്നില്ലേ? അവിടെ യേശുക്രിസ്തു ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കഷ്ടത, ബുദ്ധിമുട്ട്, ഞെരുക്കം, പ്രശ്നങ്ങൾ, രോഗം, ഇതെല്ലാത്തിനെ കുറിച്ച് നമുക്ക് വിഷമിക്കേണ്ട കാര്യമില്ല. നമ്മുടെ ഉള്ളിലുള്ള കർത്താവ് നമ്മെ നടത്തുവാൻ ഇടയാകും. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകില്ല എന്ന് ദാവീദ് പറഞ്ഞതുപോലെ നമുക്ക് പറയുവാനും കഴിയും. അവിടെ യേശു ഇല്ലാതെ നാം പുറമേ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്താലും, പുറമേ എന്തെല്ലാം ഭക്തികൾ കാട്ടിക്കൂട്ടിയാലും, പുറമേ എന്തെല്ലാം കാര്യങ്ങൾ താൽക്കാലികമായി ചെയ്തു കൂട്ടിയാലും പൂർണ്ണമായ വിടുതൽ നമുക്ക് ലഭിക്കുകയില്ല.
മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് ദുഷ്ചിന്തയും മറ്റും വരുന്നതെന്ന് 7-ാം അധ്യായം മർക്കോസിന്റെ സുവിശേഷത്തിൽ അങ്ങനെ 13 കാര്യങ്ങൾ പറയുന്നു. ഈ ദോഷമെല്ലാം മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് വന്നിട്ട് മനുഷ്യനെ ചീത്തയാക്കുന്നു. ആ ഹൃദയത്തിന് മാറ്റമുണ്ടാകണം. ആ ഹൃദയം മാറ്റുവാൻ കഴിയുന്ന ശക്തി ഒരു ഡോക്ടറിനുമില്ല, ഒരു മരുന്നിനുമില്ല, ഒരു ചികിത്സയ്ക്കും ഇല്ല. ഹൃദയത്തെ മാറ്റുവാൻ കഴിയുന്ന ശക്തി യേശുവിന് മാത്രമാണുള്ളത്. പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് സഹായിയായി നൽകിയിരിക്കുന്നു. ആ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ മേൽ വരുന്ന സമയത്ത് തുള്ളിച്ചാടുമെന്നാണോ പറയുന്നത്? അത് വേറെ വിഷയമാണ്. പരിശുദ്ധാത്മാവിന്റെ ആനന്ദത്താൽ, സന്തോഷത്താൽ തുള്ളിച്ചാടും, ശരിയാണ്. അതുപോലെ തന്നെ പിശാച് ബാധിച്ചവനും തുള്ളിച്ചാടാൻ ഇടയാകും. അതുകൊണ്ട് നാം തിരിച്ചറിയണം ഏതാണ് പരിശുദ്ധാത്മാവ്, ഏതാണ് ദുരാത്മാവെന്ന്. ഈ ദുരാത്മാവ് എങ്ങനെയായിരിക്കുവാൻ വേണ്ടിയാണ് പരിശ്രമിക്കുന്നത്? പരിശുദ്ധാത്മാവിനെ പോലെയാകാൻ. എന്താണ് ദുരാത്മാവ്? ദൈവത്തിന്റെ ആത്മാവിന് സമമായിരിക്കുന്നതിന് വേണ്ടി വെളിച്ച ദൂതന്റെ വേഷത്തിലാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് എല്ലാ ആത്മാവിനെയും വിശ്വസിക്കരുതെന്ന് പറയുന്നത്. പരിശുദ്ധാത്മാവ് എന്ന പേരിൽ തന്നെയുണ്ട് എന്താണ്? പരിശുദ്ധി. വിശുദ്ധി ഇല്ല എങ്കിൽ പരിശുദ്ധാത്മാവ് ആരിലും വസിക്കില്ല. ഇന്ന് അനേകം ആളുകളും ഹൃദയശുദ്ധി ആഗ്രഹിക്കുന്നില്ല. പുറമേയുള്ള ഭക്തിയും പുറമേയുള്ള സമാധാനവും താൽക്കാലികമായ ശമനത്തെ മാത്രം ആശ്രയിക്കുന്നവർ കൂടിപ്പോയിരിക്കുന്നു. അതിനെ പ്രോത്സാഹിക്കുന്ന ദൈവദാസന്മാരും ഇന്ന് കൂടുതലാകുന്നുണ്ട്. ഈ ദിവസം നിങ്ങൾ പൂർണ്ണതയുള്ള വിശ്വാസികളായി മാറണമെന്ന്, ഹൃദയത്തിൽ വിശുദ്ധിയുള്ള വിശ്വാസികളായി മാറണമെന്ന് ദൈവത്തിനും മനുഷ്യനും ഇടയിലുള്ളതായ മധ്യസ്ഥൻ ആരാകുന്നു? പാസ്റ്ററാണോ? ജയ്പോളാണോ? ഞാനല്ല. ഞങ്ങൾക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിച്ചു തരിക, നിങ്ങൾ സുഖമായി ഉറങ്ങുക, ഞങ്ങൾ ഉപവസിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്ന് പറയുന്ന രീതിയിലാണ് ഇന്നുള്ളത്. അങ്ങനെയല്ല. ഞാൻ പറയാറുള്ളത് ഇങ്ങനെയാണ്: നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ ഞങ്ങളെ എഴുതി അറിയിക്കുക, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പിന്നെന്താണ് പറയുന്നത്? നിങ്ങളും പ്രാർത്ഥിക്കുക. ഞങ്ങൾ ഇവിടെയും നിങ്ങൾ അവിടെയും പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടിട്ട് മറുപടി തരും. അതാണ് പ്രാർത്ഥന. നിങ്ങളെപ്പോലെയുള്ളതായ വിശ്വാസികൾക്ക് വേണ്ടി ഞങ്ങൾ ദൈവദാസന്മാർ എല്ലാവരും പ്രാർത്ഥിക്കേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങൾക്കൊരു ഭാരം എടുക്കാൻ കഴിയില്ലെങ്കിൽ ആരെങ്കിലും വിളിച്ച് നിങ്ങൾ സഹായം അഭ്യർത്ഥിക്കാറുണ്ടല്ലോ. അതുപോലെ നിങ്ങൾക്ക് സഹിക്കുവാൻ കഴിയാത്ത കഷ്ടതയും ബുദ്ധിമുട്ടും ദുഃഖവും ഒക്കെ ഉണ്ടാകുന്ന സമയത്ത്, അതുപോലെ നിങ്ങൾ രക്ഷിക്കപ്പെടാത്ത ആളുകളാണെങ്കിൽ, വിശ്വാസം കുറവുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞങ്ങളായിരിക്കുന്നു. അല്ലാതെ നിങ്ങൾക്കും ദൈവത്തിനും മധ്യയുള്ള വ്യക്തികളല്ല ദൈവദാസന്മാർ. ദൈവത്തിനും മനുഷ്യനും ഇടയിലുള്ളതായ ഏക മധ്യസ്ഥനാകുന്നു യേശു ക്രിസ്തു. നിങ്ങൾ എപ്പോഴാണെങ്കിലും എവിടെ വെച്ചാണെങ്കിലും വിശ്വാസത്തോടെ യേശുവേ എന്ന് വിളിച്ച് നിങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് മറുപടി ലഭിക്കും. അതിന് ഞാനോ മറ്റൊരു പാസ്റ്റർ വേണമെന്നില്ല. നിങ്ങൾ ചോദിച്ചു നോക്കൂ. നിങ്ങൾ വിശ്വാസത്തോടെ ചോദിക്കുക. അവിശ്വാസത്തോടെ ചോദിച്ചാൽ ഒന്നും ലഭിക്കുകയില്ല. വിശ്വാസത്തോടെ നിങ്ങൾ ചോദിച്ചു നോക്കുക. ശുദ്ധ ഹൃദയത്തോടെ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ, നുറുങ്ങുന്ന ഹൃദയത്തോടെ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ, നുറുങ്ങുന്ന ഹൃദയത്തെ ദൈവം ഒരു നാളും കൈവിടുകയില്ല എന്നാണ് വചനം പറയുന്നത്. പുറമെ ലഘുവായി ചികിത്സകൾ ചെയ്യുന്ന രീതിയിലാണ് ഇന്നത്തെ ക്രിസ്തീയ വിശ്വാസം കാണുന്നത്. പുറമേയുള്ള ചികിത്സയല്ല, അന്തരംഗത്തിൽ ചികിത്സ ആവശ്യമാണ്. യെഹെസ്കേലിന്റെ കാലത്തും അങ്ങനെയുള്ള പരിസ്ഥിതി കാണുവാൻ കഴിയും. യെഹെസ്കേലിന്റെ പുസ്തകം 13-ാം അധ്യായം 10-ാം വാക്യം. സമാധാനമില്ലാതിരിക്കെ സമാധാനം എന്ന് പറഞ്ഞു അവർ എന്റെ ജനത്തെ ചതിച്ചിരിക്കൊണ്ടും. പ്രവാചകന്മാരെന്ന് പറഞ്ഞിട്ട് വഞ്ചിക്കുകയാണ്. എന്ത് അന്യായമാണ്! സമാധാനമില്ലാതിരിക്കെ സമാധാനം എന്ന് പറഞ്ഞ് അവർ എന്റെ ജനത്തെ ചതിച്ചിരിക്കൊണ്ടും അത് ചുവർ പണിതാൽ അവർ കുമ്മായം പൂശിക്കളയുന്നത് കൊണ്ടും. എന്താണ്? ചുവർ കെട്ടിയിട്ട് പ്രവാചകന്റെ അടുക്കൽ വരുമ്പോൾ അവർ എന്താണ് ചെയ്യുന്നത്? അതിന്റെ മേൽ കുമ്മായം പൂശുമെന്നാണ് പറയുന്നത്. അകത്ത് ചുവരാണ്, പുറമേ നോക്കുമ്പോൾ അത് സിമെന്റ് ആണെന്ന് വിചാരിക്കും. പുറമേ അങ്ങനെ സിമെന്റ് പൂശുകയാണെങ്കിൽ ആ വീടിന്റെ അവസ്ഥ എന്തായിരിക്കും? ദേവദാസ, ഞാൻ മണ്ണുകൊണ്ടൊരു വീട് പണിതിട്ടുണ്ട്, അങ്ങ് വന്ന് പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ എന്താണ് ഞങ്ങൾ വന്ന് ചെയ്യുന്നത്? സിമെന്റ് പൂശിയിട്ട് പോവുകയാണ്. അപ്പോൾ ആ വീടിന് എന്ത് സംഭവിക്കും? എത്ര നാൾ കാണും? പേമാരിയും കൊടുങ്കാറ്റും വന്നാല് എന്താണ് സംഭവിക്കുന്നത്? തകർന്നു വീഴുവാനിടയാകും. ഈ കാലത്ത് അനേകം ആളുകളും പൂർണ്ണമായി കർത്താവിൽ വിശ്വാസം വയ്ക്കാതെ പ്രാർത്ഥിക്കുവാൻ അപേക്ഷിക്കുന്ന അനേകം ആളുകൾ ഉണ്ട്. ഒരുവൻ എൻ്റെ അടുക്കൽ വന്നിട്ട് രാവിലെ 7 മണിക്ക് തന്നെ വന്ന് പ്രാർത്ഥിക്കണം, വീടിന്റെ തറക്കല്ലിടുവാൻ വേണ്ടിയാണെന്ന് പറഞ്ഞു. രാവിലെ 7 മണിക്ക് വരാൻ പറഞ്ഞപ്പോൾ ആ സമയത്ത് എനിക്ക് വരാൻ പറ്റുകയില്ല, ആ സമയത്ത് എൻ്റെ പ്രാർത്ഥനാ സമയമാണ്. അയ്യോ പാസ്റ്റർ പ്ലീസ്, അങ്ങ് 7 മണിക്ക് തന്നെ വരേണ്ടതാണെന്ന് പറഞ്ഞു. അവസാനം അദ്ദേഹത്തിന് നിർബന്ധം സഹിക്കാൻ വയ്യാതെ ഞാൻ വന്നിട്ട് ജസ്റ്റ് പ്രാർത്ഥിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പോകാൻ വേണ്ടി തീരുമാനിച്ചു. ആ സമയത്ത് ഞാനായിരുന്ന വീടിന്റെ അടുത്ത് തന്നെയായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഞാൻ അല്പം നേരത്തെ ആ പ്രാർത്ഥനയ്ക്ക് 5 മിനിറ്റ് മുമ്പ് തന്നെ അവിടെ ചെല്ലുവാൻ ഇടയായി.
7 മണിയാവുന്നതിന് 5 മിനിറ്റ് മുമ്പ് തന്നെ ചെന്നിട്ട് എവിടെ പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ചോദിച്ചപ്പോൾ അപ്പോൾ പറഞ്ഞാൽ ഇവിടെ തന്നെയാണ് പ്രാർത്ഥിക്കുക, 1 നിമിഷം നിൽക്കൂ, ആ സമയം എത്ര സമയം, 1 നിമിഷം നിൽക്കുക, ആ സമയം എത്ര ചോദിക്കുകയാണ്. ഞാൻ ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ സമയം അന്വേഷിക്കുന്നത്, വരൂ നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അതല്ല ദൈവദാസ, രാഹുകാലം കഴിയണമെന്ന്. അതായത് നല്ല സമയത്ത് നല്ലൊരു ദൈവദാസൻ വന്ന് ഉറച്ചു പ്രാർത്ഥിച്ചാൽ നല്ലതായിട്ടിരിക്കുമെന്നാണോ? അതും വേണം ഇതും വേണമെന്ന്. ഒന്നുകിൽ ഉഷ്ണവാനായിരിക്കുക, അല്ലെങ്കിൽ ശീതവാനായിരിക്കൂ. അങ്ങനെയല്ലാതെ 2 പടകിലും കാൽ വെച്ചാൽ എന്ത് സംഭവിക്കും? യേശുവിൽ വിശ്വസിക്കുകയാണെങ്കിൽ വിശ്വസിക്കുക, അല്ലെങ്കിൽ വിശ്വസിക്കണ്ട. അല്ലാതെ യേശുവും വേണം, പാപവും വേണം, നമ്മുടെ അന്ധവിശ്വാസങ്ങളും നമുക്ക് വേണം. അത് സാധിക്കില്ല. അങ്ങനെ അനുഗ്രഹം നേടുവാൻ കഴിയുകയില്ല. നിനക്ക് യേശുവിന്റെ അനുഗ്രഹം വേണമെങ്കിൽ അവനിൽ വിശ്വസിക്കുകയാണ് എങ്കിൽ, അവനിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നവരെ അവൻ അവകാശികളാക്കി മാറ്റുവാനിടയാകും. മൺകുടാരത്തിന് പെയിന്റ് അടിക്കുന്നതല്ല. എന്റെ വാക്ക് കേട്ട് ആഴത്തിൽ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിയുന്നവന്റെ വീട് എങ്ങനെയായിരിക്കും? സ്ഥിരമായിരിക്കും. എന്റെ വാക്ക് അനുസരിക്കാതെ മണ്ണിൽ മേൽ വീട് പണിതറായ മനുഷ്യന്റെ വീട് മഴയും കാറ്റും വന്ന സമയത്ത് തകർന്നു പോയി. എന്താണ്? അവൻ പെട്ടെന്നാണ് പണിതെടുക്കുന്നത്. ഇവിടെ അടിസ്ഥാനമിടുന്ന സമയത്ത് തന്നെ ഇവൻ പണിത് 2 നില വരേക്കും പണിത് കഴിയുവാൻ ഇടയാകും. എന്നിട്ട് ഇവനെ നോക്കി കളിയാക്കും, നോക്ക് ഞാൻ പണിയെല്ലാം കഴിഞ്ഞു, എന്റെ വീട് നോക്ക്, അത് ഉയരത്തിൽ വന്നിരിക്കുന്നു. നീ ആണെങ്കിൽ യേശുവിനെ വിശ്വസിച്ചുകൊണ്ട് അവിടെ തന്നെ ഇരിക്കുകയാണ്. എന്റെ വീട് നോക്കുക, പണിയെല്ലാം കഴിയാറായിരിക്കും. എന്താണ്? തെറ്റായ പ്രവൃത്തികൾ ചെയ്യുന്നവരും, തെറ്റായ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നവരും, അനീതി കാണിക്കുന്നവരും, തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്നവരും, കൈക്കൂലി വാങ്ങുന്നവരും, പലിശ വാങ്ങുന്നവരും അവർ ഈ ലോകത്തിൽ പെട്ടെന്ന് ഉയർന്നു പോകാനിടയാകും. നാം ആണെങ്കിൽ യേശുവിൽ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അപ്പോൾ പറയും, എന്താണ് യേശു നിങ്ങൾക്ക് വേണ്ടി ചെയ്തത്? എന്താണ് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചെയ്തത്? ഞാൻ അടിസ്ഥാനമിടുകയാണ്. അടിസ്ഥാനത്തിന്മേൽ പണിതതായ വീട് എത്ര വലിയ കൊടുങ്കാറ്റ് വന്നാലും, എത്ര വലിയ പോരാട്ടങ്ങൾ വന്നാലും, എത്ര വലിയ പരീക്ഷണങ്ങൾ വന്നാലും അത് വീഴില്ല. അതിന്റെ അടിസ്ഥാനം യേശുവിലാണ്. അതിന്റെ അടിസ്ഥാനം യേശുവിന്റെ വചനത്തിലാണ്, ദൈവത്തിന്റെ ഹിതത്തിലാണ്. മുകളിലേക്ക് കയറിപ്പോകാൻ ആഗ്രഹിക്കരുത്. മാനസാന്തരം ഉണ്ടാകാതെ ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാകില്ല. പാപം വിട്ടുകളയാതെ സമാധാനം ഉണ്ടാകില്ല. ഒന്നു മാത്രം ഓർക്കുക, ദൈവം നിന്നെ അനുഗ്രഹിക്കണമെങ്കിൽ നിന്റെ ഹൃദയം നീ ദൈവത്തിന് കൊടുക്കണം. ശ്രദ്ധിക്കുക, എന്റെ ഗ്ലാസ് കൊണ്ടുവന്നിട്ട് ആ ഗ്ലാസ്സിൽ കുറച്ച് പാലൊഴിച്ചു താ, അല്ലെങ്കിൽ ചായ ഒഴിച്ചു താ. എന്റെ ഗ്ലാസ് കൊണ്ടുവന്നിട്ട് ഇതിൽ ചായ ഒഴിക്കൂ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഗ്ലാസ് എന്റെ കയ്യിൽ ഞാൻ മാറ്റിപ്പിടിച്ചിട്ട് ചായ ഒഴിച്ചുതാ എന്ന് പ്രാർത്ഥിച്ചാൽ ചായ ലഭിക്കുമോ? എന്റെ ഗ്ലാസ് ദൈവത്തിന്റെ കയ്യിൽ, എന്റെ ഹൃദയം നിറയ്ക്കൂ എന്ന് പറഞ്ഞിട്ട് ഹൃദയം ദൈവത്തിന് സമർപ്പിക്കുന്നില്ല എങ്കിൽ എങ്ങനെ ചെയ്യാം? ചില ആളുകളാണെങ്കിൽ ഓൾറെഡി ഗ്ലാസ്സിൽ ആദ്യമേ കുറച്ച് വെള്ളമൊക്കെ നിറച്ചു വെച്ചിട്ട്, ഇതിൽ വെള്ളമാണല്ലോ, ഇത് കലക്കവെള്ളമാണെന്ന് വിചാരിക്കുക. കർത്താവേ, എന്റെ ഈ കലക്കവെള്ളം മാറ്റിയിട്ട് നല്ല വെള്ളം ഒഴിക്കൂ എന്ന് പറഞ്ഞ് നല്ല വെള്ളം അതിലൊഴിച്ചാൽ എന്തു പറ്റും? അത് കലങ്ങി തന്നെ ഇരിക്കുകയുള്ളൂ. എന്താണ്? നമ്മുടെ ഹൃദയം നേരെയല്ല എങ്കിൽ അനുഗ്രഹം വരില്ല. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ജയ്പോളിനെ ആണെങ്കിലും ഒരു വിശ്വാസിയാണെങ്കിൽ അല്ലെങ്കിൽ മറ്റൊരു ദൈവദാസനാണെങ്കിൽ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുവാനിടയാകും. അവനൊരു പക്ഷഭേദവും ഇല്ല. നിന്നെയും എന്നെയും എല്ലാവരെയും സമാനമായി സ്നേഹിക്കുന്നു, എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. എന്നാൽ എനിക്ക് അനുഗ്രഹങ്ങൾ ഉണ്ടാകുന്നില്ല എന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ, ഒരു കുടത്തിൽ എത്ര വെള്ളം ഒഴിച്ചിട്ടും അത് നിറയുന്നില്ല എങ്കിൽ അതിന്റെ കാരണം എന്താകുന്നു? അതിന് ഓട്ടയുണ്ട്. വരുന്നതായ അനുഗ്രഹമെല്ലാം ആ ഓട്ടയിൽ കൂടി എന്ത് സംഭവിക്കുന്നു? അത് ഒഴുകിപ്പോയിക്കൊണ്ടേയിരിക്കും. ദൈവം നൽകുന്ന അനുഗ്രഹമെല്ലാം ഒഴുകിപ്പോയിക്കും. അതുകൊണ്ടാണ് പറയുന്നത്, നിന്റെ കുടം ശരിയാക്കുക, നിന്റെ ഹൃദയം ശരിയാക്കുക, നിന്റെ ഹൃദയത്തെ ശുദ്ധീകരിക്കുക. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരുമ്പോൾ ന്യായവിധിയെക്കുറിച്ചും പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും നിങ്ങൾക്ക് ബോധിപ്പിച്ചു നൽകുമെന്ന വചനം പറയുന്നു. ഇന്ന് അനേകം ആളുകളുടെ ജീവിതത്തിലും യേശുവിൽ വിശ്വസിക്കുന്നുവെങ്കിൽ എനിക്ക് എന്താണ് പ്രയോജനം? എന്റെ ജീവിതത്തിൽ ഇനിയും അനുഗ്രഹം എന്തുകൊണ്ടാണ് ഇല്ലാത്തത്? എന്റെ രോഗത്തിന് എന്തുകൊണ്ട് വിടുതൽ ലഭിക്കുന്നില്ല? എന്റെ പ്രശ്നങ്ങൾ എന്തുകൊണ്ടാണ് മാറാത്തത്? എന്റെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് സമാധാനമില്ലാത്തത് എന്ന് പറയുന്ന ആളുകൾ അനേകർ ഉണ്ട്. അതിന്റെ കാരണം യേശുക്രിസ്തുവിന് നിങ്ങളുടെ ഹൃദയത്തെ ഏൽപ്പിച്ചു കൊടുക്കാത്തത് കൊണ്ട്, നിങ്ങളുടെ ജീവിതത്തിന്റെ നിയന്ത്രണം അവനെ ഏൽപ്പിക്കാത്തത് കൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹം ഇല്ലാത്തത്. യേശുക്രിസ്തുവിനോട് ആ മനുഷ്യൻ വന്ന് പറയുകയാണ്, ഗുരു, അങ്ങയുടെ ശിഷ്യന്മാർ എല്ലാവരും പരിശ്രമിച്ചിട്ടും ആ ഭൂതത്തെ പുറത്താക്കുവാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞപ്പോൾ യേശു പറഞ്ഞു, അവനെ എന്റെ അടുക്കലേക്ക് കൂട്ടിക്കൊണ്ടുവരിക. എവിടേക്കാണ് കൊണ്ടുവരേണ്ടത്? ഈ ദിവസം എനിക്കൊരു പ്രശ്നമുണ്ട്, അത് മാറുന്നില്ല. എനിക്കൊരു രോഗമുണ്ട്, അതിന് വിടുതൽ ഇല്ല. എനിക്ക് കോടതിയിൽ ഒരു കേസുണ്ട്, അതിന് വിടുതൽ വന്നിട്ടില്ല. ഞാൻ പഠിച്ചിട്ടും എനിക്ക് ജോലി ലഭിക്കുന്നില്ല.
ഇന്റർവ്യൂവിന് പോയിട്ട് സെലക്ഷൻ കിട്ടുന്നില്ല, പരീക്ഷ എഴുതിയിട്ട് പാസ്സാകുന്നില്ല, എൻ്റെ മകന്റെ വിവാഹം നടക്കുന്നില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നിന്റെ ജീവിതത്തിൽ അവശേഷിച്ചിരിക്കുന്നു. വർഷങ്ങളായി നിന്റെ ജീവിതത്തിൽ വിടുതൽ നടക്കാതിരിക്കുന്നു. അത് നീ ആരുടെ അടുക്കലേക്കാണ് കൊണ്ടുപോകേണ്ടത്? പാസ്റ്ററിന്റെ അടുക്കലേക്കാണോ കൊണ്ടുപോകേണ്ടത്? വൈദ്യന്മാരുടെ അടുക്കലേക്കാണോ കൊണ്ടുപോകേണ്ടത്? വക്കീലിന്റെ അടുക്കലേക്ക് കൊണ്ടുപോകണമോ? മനുഷ്യന്റെ അടുക്കലേക്ക് കൊണ്ടുപോകണമോ? എന്റെ അടുക്കലേക്ക് കൊണ്ടുവരിക, കർത്താവിന്റെ അടുക്കലേക്ക് കൊണ്ടുവരാൻ പറയുന്നു. ഈ ദിവസം നിങ്ങളെക്കുറിച്ച് തന്നെ നിങ്ങൾ ഒരു നിമിഷം ചിന്തിക്കുക. പ്രത്യേകമായിട്ട് എൻ്റെ ജീവിതത്തിലെ പ്രശ്നം എന്താകുന്നു? ചില ആളുകളെ സംബന്ധിച്ച് അത് ആലോചിച്ചാൽ അവർക്ക് പിടികിട്ടത്തില്ല. എന്താണ് പ്രശ്നം? എല്ലാം പ്രശ്നങ്ങളാണ് കേട്ടോ. എന്താണ് കുഴപ്പം? എല്ലാം കുഴപ്പങ്ങളാണ്. എന്ത് ചെയ്യാനാണ് ഇപ്പോൾ? ചിലർക്കത് പിടികിട്ടത്തില്ല. ഒരു പ്രധാന കാരണം ഉണ്ടാകാം തീർച്ചയായും. അതുകൊണ്ടാണ് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. മനസ്സിലായോ? ഒരു പ്രധാന തടസ്സം നിന്റെ ജീവിതത്തിലുണ്ട്. അതുകൊണ്ടാണ് ബാക്കി എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. ഇതിന്റെ പ്രധാന കാരണം എവിടെയാണെന്ന് മനസ്സിലാക്കിയാൽ യേശു അത് നേരെയാക്കും. യേശുവിന്റെ അടുക്കൽ പോയി നാം എന്താണ് ചെയ്യേണ്ടത്? കർത്താവെ, എന്നെ കേൾക്കണമേ. എന്റെ നോട്ടം ശരിയല്ല, എന്റെ സംസാരങ്ങൾ ശരിയല്ല, എന്റെ ചിന്തകൾ ശരിയല്ല കർത്താവെ, എന്റെ ആലോചന ശരിയല്ല, എന്റെ പ്രവൃത്തികൾ ശരിയല്ല എന്ന് നിന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളെക്കുറിച്ച് നീ കർത്താവിനോട് പറയുകയാണെങ്കിൽ ഉടൻ തന്നെ നിനക്ക് വിടുതലും സൗഖ്യവും ലഭിക്കും. കാരണം യേശുവിനോട് നീ പറയുമ്പോൾ, യേശുവിന്റെ അടുക്കിലേക്ക് നീ വരുമ്പോൾ, ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ അവൻ ചോദിക്കും, എന്താണ് നിനക്ക് വേണ്ടത്? അവൻ ചോദിക്കും, എന്ത് വേണം? എന്തെങ്കിലും നൽകാനല്ല പറയേണ്ടത്, എന്ത് വേണമെന്ന് വ്യക്തമായി പറയണം. കർത്താവിനെല്ലാം നന്നായി അറിയാം. കർത്താവ് നിനക്ക് സകലതും അറിയാമല്ലോ എന്ന് പറയാറുണ്ട്. ഒരു 38 വർഷമായി കിടപ്പിലാണ്. കർത്താവ് ചോദിച്ചു, നിനക്ക് സൗഖ്യം പ്രാപിക്കണമോ എന്ന്. അപ്പോൾ കർത്താവെ, നിനക്കറിയില്ലേ എന്ന് ചോദിച്ചോ? വേണം കർത്താവെ, എനിക്ക് സൗഖ്യം വേണം. സുഖമില്ലാതെ കിടക്കുന്നവന്റെ അടുക്കൽ ചെന്നിട്ട് സൗഖ്യം വേണമോ എന്ന് ചോദിച്ചത് എന്താണ്? സൗഖ്യം കൊടുത്തുകൂടെ? സൗഖ്യം വേണമോ എന്ന് ചോദിക്കുകയാണ്. ഈ ദിവസം ദൈവം നമ്മോട് ചോദിക്കുന്നു. എനിക്കറിയില്ല, എനിക്കൊന്നു മാത്രം അറിയാം. ഇവിടെ ഇരിക്കുന്ന ആളുകളിൽ ഒരു കുറവും ഇല്ല, ഒരു സങ്കടവുമില്ല, ഒരു ആവശ്യവുമില്ല എന്ന് പറയുന്നവർ ആരും തന്നെ ഇല്ല. അവരിവിടേക്ക് വരില്ല. അങ്ങനെയുള്ളവർ ഇവിടെ വരില്ല. നല്ല സുഖ സൗകര്യങ്ങളും ആരോഗ്യമൊക്കെ ഉണ്ടെങ്കിൽ ദൈവത്തെ ഓർമ്മ വരുമോ? ഓർമ്മ വരികയില്ല. ദുഃഖങ്ങൾ വരുമ്പോഴാണ് ദൈവസന്നിധിയിലേക്ക് വരുന്നത്. അപ്പോൾ ദൈവസന്നിധിയിലേക്ക് നാം വരുമ്പോൾ ആ ദുഃഖം തീർത്തിട്ട് നാം എഴുന്നേറ്റ് പോകാൻ ഇടയാകണം. ബൈബിളിൽ നോക്കുക, യേശുവിന്റെ അടുക്കൽ വന്ന ആരെയും അവൻ വൃഥാവായിട്ട് തിരിച്ചുവിട്ടിട്ടില്ല. ചെറുപ്പകാലം മുതലേ ഇങ്ങനെ തന്നെ ആയിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പറയുകയാണ്, 23-ാം വാക്യം, യേശു അവനോട്, നിന്നാൽ കഴിയും എങ്കിൽ എന്നോ വിശ്വസിക്കുന്നവന് സകലവും കഴിയും എന്ന് പറഞ്ഞു. ഈ വാക്ക് മറക്കരുത്. നിങ്ങൾക്ക് വിടുതൽ ലഭിച്ചിട്ടുണ്ടെങ്കിൽ, സമാധാനം ലഭിച്ചെങ്കിൽ, സൗഖ്യം ലഭിച്ചിട്ടുണ്ട് എങ്കിൽ, നിങ്ങൾ അഭിവൃദ്ധിയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് നിന്റെ വിശ്വാസം കൊണ്ട് ആകുന്നു. ദൈവത്തിൽ വിശ്വസിക്കുന്നത് കൊണ്ടാണ്. ദൈവത്തിൽ വിശ്വസിക്കുവാൻ കഴിയും എങ്കിൽ വിശ്വസിക്കുന്നവന് സകലതും കഴിയുമെന്നാണ്. ഒരുപക്ഷെ എനിക്കിത് ലഭിക്കില്ല എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ പൂർണ്ണമായി യേശുവിനെ വിശ്വസിക്കാത്തത് കൊണ്ടാണ്. അല്ലാതെ അവൻ നൽകുന്നതിന് കഴിവില്ലാത്തവനല്ല, അവൻ വിശ്വസ്തനാണ്. നാം കള്ളം പറയുന്നവരാണ്, നാം വാക്ക് മാറ്റി പറയും. എന്നാൽ ദൈവം വാക്ക് തന്ന് നിറവേറ്റുന്ന ദൈവമാണ്. ചില സമയത്ത് നമുക്ക് വിശ്വസിക്കണമെന്ന് വെച്ചാൽ പോലും വിശ്വാസം ഉണ്ടാകില്ല. ചിലപ്പോൾ ചിലർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് അവരുടെ ദുഃഖം കണ്ട്, അവരുടെ രോഗവിവരമൊക്കെ കേട്ടിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ മനസ്സിൽ വിചാരിക്കാറുണ്ട്, ഇത്ര ഗുരുതരമായ അവസ്ഥയിൽ നിന്ന് എങ്ങനെ വിടുതൽ പ്രാപിക്കാനാകും എന്നുള്ള അവിശ്വാസം ഉണ്ടാകാറുണ്ട്. ഡോക്ടർ തള്ളിയ രോഗിയാണല്ലോ, ഞാൻ പ്രാർത്ഥിച്ചിട്ട് രക്ഷപ്പെട്ടില്ല എങ്കിൽ എല്ലാവരും കൂടി എൻ്റെ നേരെ തിരിയുവാൻ ഇടയാകും. നിങ്ങളല്ലേ പ്രാർത്ഥിച്ചിട്ട് ഇപ്പോൾ എന്ത് പറ്റിയെന്ന് ചോദിക്കും. അങ്ങനെ ഞാൻ മനസ്സിൽ വിചാരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനോട് പറയും, നിങ്ങൾ പ്രാർത്ഥിക്കുക, വിശ്വസിക്കുക, നീ ചെയ്യുക. അങ്ങനെ പ്രാർത്ഥന ചെയ്ത സമയത്ത് അത്ഭുതകരമായി ദൈവത്തിന്റെ പ്രവൃത്തികൾ കാണാൻ കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ചില സമയത്ത് വിചാരിക്കാറുണ്ട്, ദൈവദാസന്മാർ ആകാശത്ത് നിന്ന് ദൂതന്മാരെ പോലെ ഇറങ്ങി വന്നവരാണ്, അവർക്ക് നമ്മെപ്പോലെ ശോധനകളില്ല, നമുക്കുള്ളതുപോലെ പോരാട്ടങ്ങളില്ല, കഷ്ടതകളോ ദുഃഖങ്ങളോ ഒന്നുമില്ല, അവിശ്വാസം ഒരിക്കലും കാണുകയില്ല. ദൈവദാസന് അവിശ്വാസം ഉണ്ടായിരിക്കുമോ എന്നൊക്കെ നിങ്ങൾ വിചാരിക്കും. എന്നാൽ ഞങ്ങളും നിങ്ങളെപ്പോലെ തന്നെ മനുഷ്യർ തന്നെയാണ്. ഞങ്ങളും ദൈവത്തോട് പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ, ദൈവത്തിൽ ആശ്രയിച്ചെങ്കിൽ മാത്രമേ, ദൈവത്തിൽ വിശ്വാസം വെച്ചെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ പ്രവൃത്തികളെ കാണുവാൻ കഴിയും. അനേകർ വിശ്വാസത്തിൽ നിന്ന് പിന്മാറിപ്പോയി. എക്സ്പീരിയൻസ് കൊണ്ടാണ് ദൈവവേല ചെയ്യുന്നത്. എക്സ്പീരിയൻസ് കൊണ്ട് ദൈവവേല ചെയ്യുവാൻ കഴിയത്തില്ല. ദൈവവേല ചെയ്യുവാൻ ആവശ്യമായിരിക്കുന്നത് വിശ്വാസമാണ്. അത്ഭുതം കാണുവാൻ ആവശ്യമായിരിക്കുന്നത് വിശ്വാസമാണ്. ചില സമയത്ത് നമുക്ക് വിശ്വാസം കുറഞ്ഞു പോകുമ്പോൾ, അവിശ്വാസം നമ്മിൽ ഉണ്ടാവുകയാണെങ്കിൽ ഈ പിതാവ് ചെയ്തതുപോലെ പ്രാർത്ഥിക്കണം. എന്താണ് അവൻ പ്രാർത്ഥിച്ചത്?
നിന്നെ കഴിയുമെങ്കിലെന്നോ എന്നോ വിശ്വസിക്കുന്നവന് സകലതും കഴിയുമെന്ന് പറഞ്ഞു. അപ്പോൾ ആ പിതാവ് എന്താണ് പറയുന്നത്? കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു, എന്റെ അവിശ്വാസത്തിന് സഹായിക്കണമേ എന്ന് പറഞ്ഞു. ആ പിതാവ് ഇപ്രകാരമാണ് പറയുന്നത്: കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു, എനിക്ക് അവിശ്വാസം ഉണ്ടാകാതിരിക്കാൻ ആര് സഹായിക്കണം? അപ്പനോ അമ്മയോ പാസ്റ്ററോ? നീ തന്നെ സഹായിക്കണമേ. കർത്താവേ, നീ സഹായിക്കണം. ഞാൻ വിശ്വസിക്കുന്നു കർത്താവേ, എന്നിൽ അവിശ്വാസം ഉണ്ടാകാതിരിക്കാൻ നീ സഹായിക്കണം. അപ്പോൾ കർത്താവ് പറയുകയാണ്, 25-ാം വാക്യം, എന്നാറെ പുരുഷാരം ഓടിക്കൂടുന്നത് കണ്ടിട്ട് യേശു അശുദ്ധാത്മാവിനെ ശാസിച്ചു. എല്ലാവരും വരട്ടെ, എല്ലാവരും വന്നിട്ട് നമുക്ക് അത്ഭുതം ചെയ്യാം, എല്ലാവരും വരട്ടെ, ക്യാമറയെല്ലാം റെഡിയാക്കി വെക്കുക, എല്ലാം തയ്യാറാക്കുക എന്ന് ഈ കാലത്ത് നമ്മൾ വിചാരിക്കുന്നതാണ്. കർത്താവ് അവനെ കണ്ടിട്ട് മനസ്സലിഞ്ഞ്, അയ്യോ, ഈ മകൻ ഇത്രമാത്രം വേദനിക്കുന്നുവോ, ഈ മകൻ ഒരുപാട് കഷ്ടപ്പെടുന്നല്ലോ, ഈ മകൻ ഒരുപാട് ദുഃഖിക്കുന്നുവല്ലോ, ഈ പിതാവ് ഒരുപാട് ദുഃഖിക്കുന്നുവല്ലോ, ഇവരുടെ ദുഃഖം മാറ്റുവാൻ ഈ മകന് തീർച്ചയായും സൗഖ്യം കൊടുക്കണം, അല്ലാതെ എന്റെ മഹത്വത്തിന് വേണ്ടി ഉള്ളത് അല്ല. കണ്ടില്ലേ, ഇവിടെ ജനക്കൂട്ടം വരുന്നതിന് മുൻപ് തന്നെ സൗഖ്യം കൊടുത്തതായ കർത്താവ്. വായിക്കാം. എന്നാറേ പുരുഷാരം ഓടിക്കൂടുന്നത് യേശു കണ്ടിട്ട് അശുദ്ധാത്മാവിനെ ശാസിച്ചു. ഊമനും ചെകിടനുമായ ആത്മാവേ, ഇവനെ വിട്ടുപോ, ഇനി അവനിൽ കടക്കരുതു എന്നു ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു എന്നു പറഞ്ഞു. ശാസിച്ചു. ഊമനും ചെകിടനുമായ ആത്മാവേ, ഇവനെ വിട്ടുപോവുക, വിട്ടുപോകൂ, പിന്നെ നാളെ വരരുത്, ഇനിയും ഒരിക്കലും ഇവനിൽ പ്രവേശിക്കുവാൻ പാടില്ല. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്നത്തെ ദൈവദാസന്മാർ ചെയ്യുന്ന പ്രാർത്ഥനയ്ക്കും അന്ന് യേശു ചെയ്തതായ പ്രാർത്ഥനയ്ക്കും വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, വീണ്ടും വരാൻ പാടില്ല, വീണ്ടും അസുഖം വരാൻ പാടില്ല, വീണ്ടും നിനക്ക് അസ്വസ്ഥത ഉണ്ടാകാൻ പാടില്ല, വീണ്ടും നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതായ ആവശ്യം ഉണ്ടാകാൻ പാടില്ല. ഒരു പ്രാവശ്യം യേശു ക്രിസ്തു നിന്റെ ജീവിതത്തെ മാറ്റിയെന്നാൽ പിന്നെ നീ പാപത്തിലേക്ക് പോകുവാൻ പാടില്ല. മാനസാന്തരം പ്രാപിച്ചവൻ പാപം ചെയ്യുകയില്ല. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും തന്നെ പാപം ചെയ്യില്ല. അബദ്ധത്തിൽ പാപത്തിൽ വീണുപോയേക്കാം. വിശ്വാസികളും പാപത്തിൽ വീണുപോകുവാൻ ഇടയുണ്ട്, എന്നാൽ അവർ പൂർണ്ണ മനസ്സോടെ ചെയ്യുകയില്ല. ഞാൻ പലപ്പോഴും പറയാറുള്ളത്, ഒരു പന്നിയെ നിങ്ങൾ കൊണ്ടുപോയി നമ്മുടെ വെളിയിൽ വേസ്റ്റ് പോകുന്ന ആ കുഴിയിലകത്ത് അതിനെ കൊണ്ടിടുകയാണെങ്കിൽ അതെന്താണ് പറയുന്നത്? സംസാരിക്കാൻ കഴിയുമെങ്കിൽ താങ്ക് യു ബ്രദർ എന്ന് പറയും. ഖുർ ഖുർ എന്ന് മൂക്കൊക്കെ വെച്ച് അവിടെ സുഖമായിട്ട് അവനവിടെ കറങ്ങി നടക്കും. എന്താണ്? അതേസമയത്ത് ഒരു ആട്ടിൻകുട്ടിയെ നാം അവിടെ കൊണ്ടിട്ടാൽ എന്താണ് പറയുന്നത്? ആരാടാ എന്നെ ഇവിടെ കൊണ്ട് തള്ളിയിട്ടത് എന്ന് പറഞ്ഞിട്ട് അവിടെ കിടക്കുമോ? അവിടുന്ന് എങ്ങനെയെങ്കിലും ചാടി എഴുന്നേറ്റിട്ട് വെളിയിലേക്ക് വന്നിട്ട് അതിന്റെ ശരീരം കുടഞ്ഞ് അവിടെ നിന്ന് ഓടിപ്പോയി ദൂരെയായിട്ട് ആ ചെളിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കും. ദൈവത്തിന്റെ മക്കളും പാപികളായവർ പാപത്തിൽ തന്നെ നിവസിക്കാൻ ശ്രമിക്കും. എന്നാൽ ദൈവത്തിന്റെ മക്കൾ അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് കര കയറാൻ വേണ്ടി, അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കും. ദാവീദ് നല്ല മനുഷ്യനായിരുന്നു, നല്ല ഭക്തനായിരുന്നു, പാവം, എന്നാൽ പാപത്തിൽ വീണു. എന്നാൽ ഒരു ദിവസം അവൻ ഒരു സ്ത്രീയെ നോക്കി മാളികയുടെ മുകളിൽ നിന്ന സമയത്ത് ഒരു സ്ത്രീ കുളിക്കുന്നത് കാണുവാൻ ഇടയായി. അങ്ങനെ അവന്റെ ജീവിതത്തിൽ ഒരു പാപമുണ്ടാകാൻ ഇടയായി. നല്ല ഭക്തനായിരുന്നു ദാവീദ്, എന്നാൽ അവന്റെ ജീവിതത്തിൽ പാപം വന്ന് മായ്ക്കാത്ത ഒരു മറുക് പോലെയായി തീർന്നു. എന്നാൽ അവന്റെ ജീവിതത്തിൽ പാപത്തെക്കുറിച്ച് നാഥാൻ പ്രവാചകൻ വന്ന് ബോധിപ്പിച്ചു കൊടുത്ത സമയം അവൻ അനുതാപത്തോടെ നിലവിളിക്കുവാനിടയായി. കർത്താവേ, നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ, നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ എന്ന്. എന്നെ കഴുകണമേ, ഇതാ നുറുങ്ങിയ ഹൃദയമായി നിന്റെ അടുക്കിലേക്ക് ഞാൻ വരുന്നു, എന്നെ കഴുകണമെന്ന് അവൻ പ്രാർത്ഥിക്കാനിടയായി. അങ്ങനെ ദൈവത്തിന്റെ മുൻപിൽ പശ്ചാത്താപത്തോടെ പ്രാർത്ഥിച്ച് ദൈവം കൊടുത്ത ക്ഷമ പ്രാപിച്ച് ദൈവത്തോട് തന്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ക്ഷമ പ്രാപിച്ചത് കൊണ്ടാണ് ദാവീദിനെ കുറിച്ച് പുതിയ നിയമത്തിൽ എന്നെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ എന്ന് ദൈവം പറയാനിടയായത്. ഒരുപക്ഷെ അബദ്ധത്തിൽ നിങ്ങൾ ഏതെങ്കിലും പാപത്തിൽ വീണിട്ടുണ്ടെങ്കിൽ എത്രയും വേഗം, കഴിയുന്നത്രയും വേഗത്തിൽ അതിൽ നിന്ന് വിടുതൽ പ്രാപിക്കാൻ വേണ്ടി നിങ്ങൾ പരിശ്രമിക്കുക. അങ്ങനെയുള്ള സമയത്ത് നിങ്ങളുടെ പാപങ്ങളെക്കുറിച്ച് നിങ്ങൾ പശ്ചാത്തപിക്കൂ. ഒരിക്കൽ നിങ്ങൾ വിടുതൽ പ്രാപിച്ച ശേഷം വീണ്ടും 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 വിടുവിക്കപ്പെടേണ്ട ആവശ്യമില്ല. സ്നാനം ഒന്നാണ്, ദൈവം ഒരുവനാണ്, രക്ഷ ഒന്നാണ്, സ്വർഗം ഒന്നാണ്, ക്രിസ്തു ഒന്നാണ്. നാം ഒരുപാട് സഭകൾ തിരിയേണ്ട കാര്യമില്ല. നമ്മുടെ ഹൃദയത്തിൽ മാറ്റം ഉണ്ടാകുന്നു എങ്കിൽ നീ ആയിരിക്കുന്നത് എവിടെയാണോ അവിടെ അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയാകും. ഇന്ന് നിങ്ങളുടെ ഭവനത്തിലേക്ക് കർത്താവിനെ കൂട്ടിക്കൊണ്ടു പോകണം. ഇന്ന് നിങ്ങൾ രക്ഷിക്കപ്പെടുക തന്നെ വേണം. നിങ്ങളുടെ മനസ്സ് മാറണം. ഇന്ന് നിങ്ങൾ ദൈവം മുൻപിൽ എടുത്തതായിട്ടുള്ള തീരുമാനം പൂർണ്ണമായിരിക്കണം. ദൈവം പറയുന്നു, ഇന്ന് ഞാൻ നിങ്ങളെ വിടുവിക്കുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്ന വിടുതൽ അത് ശാശ്വതമായ വിടുതലാണ്.
അവൻ സൗഖ്യം നൽകിയാൽ അത് എന്നേക്കുമുള്ള സൗഖ്യമാണ്. അവൻ വിടുവിച്ചാൽ അത് എന്നേക്കുമുള്ളതായ വിടുതലാണ്. അവൻ അനുഗ്രഹിച്ചാൽ അത് എന്നേക്കുമുള്ളതായ തലമുറയായിട്ടുള്ളതായ അനുഗ്രഹമാണ്. അബ്രഹാമിനെ അനുഗ്രഹിക്കാമെന്ന് പറഞ്ഞതായ ദൈവം ഇസ്രായേൽ ജനം ചിതറിപ്പോയിട്ട് 4 ഭാഗത്തും പോയതായ ജനത്തെ കർത്താവ് വീണ്ടും കൂട്ടിവരുത്തി ദൈവം അവരെ അനുഗ്രഹിക്കുവാൻ ഇടയായി. ഇന്ന് ഇസ്രായേൽ നോക്കുമ്പോൾ ചെറിയൊരു രാജ്യമാണ്. എന്നാൽ ലോകരാജ്യങ്ങൾ അവരെ ഭയപ്പെടുന്നതിന് കാരണം എന്താണ്? അവിടെ ദൈവത്തിൻ്റെ അനുഗ്രഹമുണ്ട്. ദൈവം നിന്നെ അനുഗ്രഹിക്കുവാൻ ആഗ്രഹിക്കുന്നു. ശാപം ഉള്ളിടത്ത് അനുഗ്രഹം ഉണ്ടാവുകയില്ല. പാപം ഉള്ളിടത്ത് അനുഗ്രഹം നിൽക്കില്ല. നമ്മുടെ പാപം നാം ഏറ്റുപറയുകയാണെങ്കിൽ, നമ്മുടെ ഹൃദയം കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ചാൽ, നമ്മെ വിടുവിക്കുന്നതായ കർത്താവ് പരിപൂർണമായ വിടുതലിലേക്ക് നമ്മെ കൊണ്ടുപോകുവാൻ ഇടയാകും. ദയവുചെയ്ത് എഴുന്നേറ്റ് നിൽക്കുക. പ്രാർത്ഥന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പരിശുദ്ധാത്മാവ് ഒരു വൻ കാര്യം നിങ്ങളിൽ ചെയ്യാൻ പോകുന്നു. ആർക്കും നിന്റെ ജീവിതത്തിൽ ചെയ്യുവാൻ കഴിയാത്ത കാര്യങ്ങൾ, ആർക്കും കഴിയാത്തതായ കാര്യങ്ങൾ യേശുക്രിസ്തു ഇന്ന് നിന്റെ ജീവിതത്തിൽ ചെയ്യുവാൻ പോകുന്നു. ഇതിനു മുമ്പ് നീ അനേകം ഡോക്ടർമാരെ ആശ്രയിച്ചു, മനുഷ്യരിൽ ആശ്രയിച്ചു, പണമുള്ളവരെ ആശ്രയിച്ചു, ദൈവദാസന്മാരെ ആശ്രയിച്ചു. അപ്പോഴും നിനക്ക് ലഭിക്കാതിരുന്നതായ ഒരു അനുഗ്രഹത്തെ ദൈവം നിന്റെ ജീവിതത്തിൽ നിന്ന് ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്. അത്ഭുതങ്ങൾ ചെയ്യുന്നതായ ആ ദൈവം, അവസ്ഥകൾ മാറ്റിയെടുക്കുന്നതായ ദൈവം, അനുഗ്രഹിക്കുന്നതായ ആ ദൈവം നിന്റെ ശരീരത്തിലെ സകല രോഗങ്ങളെ സൗഖ്യമാക്കുവാൻ കഴിവുള്ള ദൈവമാണെന്ന് നമുക്ക് വിശ്വസിക്കാം. നിനക്ക് അനുഗ്രഹം ലഭിക്കാത്തതിന്റെ കാരണം നിന്റെ ജീവിതത്തിലെ പാപമാണെന്ന് മനസ്സിലാക്കി പാപങ്ങൾ നമുക്ക് ഏറ്റുപറയാം. നിന്നിൽ കോപമുണ്ടെങ്കിൽ, അസൂയയുണ്ടെങ്കിൽ, വഞ്ചനയുണ്ടെങ്കിൽ, ചതിവുണ്ടെങ്കിൽ, ദുഷ്ടതയും അനീതിയും ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ഹൃദയങ്ങൾ പരിശോധിച്ചിട്ട് നിങ്ങളുടെ പാപങ്ങൾ നിങ്ങൾ ഏറ്റുപറയുകയാണ് എങ്കിൽ അവൻ നിങ്ങളോട് പാപങ്ങൾ ക്ഷമിക്കുവാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്ന ദൈവമാകുന്നു എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, ഒരിക്കൽ കൂടി ഞങ്ങളെ ദർശിക്കുമാറാകണമേ. എന്റെ യേശുവേ, എന്റെ ഹൃദയത്തിലേക്ക് വരണമേ. എന്റെ ജീവിതത്തിലെ പ്രതികൂലത്തിൽ നിന്ന് എന്നെ വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ ഉയർത്തി കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും നീ വിടുവിക്കണമേ. ഏതെല്ലാം ഭാരത്താലാണ്, ഏതെല്ലാം ആവശ്യത്താലാണ്, എന്തെല്ലാം ഭാരത്താലാണ് നിന്റെ മക്കൾ നിന്റെ സന്നിധിയിലേക്ക് വന്നിരിക്കുന്നത്. നീ നന്നായി അറിയുന്നതായ കർത്താവ്, നിന്നെ സൗഖ്യപ്പെടുത്തുന്ന യഹോവ ഞാനാണെന്ന് പറഞ്ഞതായ ദൈവമേ, ഇന്ന് ഈ വചനം കേൾക്കുന്നവര് രോഗമുള്ള സകല വ്യക്തികളെ നസറേനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സൗഖ്യപ്പെടുത്തുകയാണ് കർത്താവേ. അത് ക്യാൻസർ ആയാലും, എയ്ഡ്സ് ആയാലും, ലിവർ പ്രോബ്ലം ആയാലും, തൈറോയിഡ് ആയാലും, അത് ബിപിയും ഷുഗറും പോലെയുള്ള രോഗങ്ങളായാലും, ഞങ്ങളെ സൗഖ്യമാക്കുവാൻ കഴിവുള്ള കർത്താവുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എനിക്ക് നല്ലൊരു ജോലിയില്ല, എൻ്റെ കുടുംബം മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല എന്ന് വേദനിക്കുന്നതായ അനേകം ആളുകളുടെ ജീവിതത്തിലെ ശാപത്തെ നസ്രേനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അഴിച്ചു മാറ്റുകയാണ്. ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും എന്നുള്ള വാഗ്ദത്തം പ്രാപിച്ച് ഇവിടെ നിന്ന് കടന്നു പോകുവാൻ സഹായിക്കണമേ. ഓരോരുത്തരുടെയും ഭാരം എന്താണ്, അവരുടെ ആവശ്യങ്ങൾ എന്താണ് എന്ന് നന്നായി അറിയുന്നതായ കർത്താവേ, നിന്റെ അണിപ്പഴുതുള്ള കരങ്ങൾ നീട്ടിയിട്ട് എല്ലാ വ്യക്തികളെയും നീ അനുഗ്രഹിക്കണമേ. ഒരിക്കൽ രക്ഷിക്കപ്പെട്ടവരായ ഞങ്ങൾ വീണു എഴുന്നേറ്റും പോകാതെ, പാപത്തിൽ വീണു പോകുന്നവരായി തീരാതെ വിശ്വാസത്താൽ മുൻപോട്ട് പോകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് ഞങ്ങൾ പ്രാപിച്ചതായ അനുഗ്രഹം നിന്റെ വരവ് വരെയും നിലനിൽക്കുന്നതിന്, നിന്നെ മുഖാമുഖമായി ഞങ്ങൾ കാണുന്നത് വരെയും ഞങ്ങളുടെ ഹൃദയശുദ്ധിയെ ഞങ്ങൾക്ക് കാക്കുവാൻ, ഞങ്ങളുടെ വിശ്വാസത്തെ കാത്തു സൂക്ഷിക്കുവാൻ, ഭയത്തോടെ ഭക്തിയോടെ ഞങ്ങൾക്ക് കിട്ടിയ രക്ഷയുമായി മുൻപോട്ട് പോകാൻ ഞങ്ങളെ ഓരോരുത്തരെയും നീ സഹായിക്കണമെന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. നമ്മുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും നാം ഓരോരുത്തരോടും നാം പ്രാർത്ഥിച്ച സകല വിഷയങ്ങളോടും ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. യേശുവേ, 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 യേശുവേ. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. യേശുവേ,
യേശുവേ 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 യേശുവേ